കൊച്ചിയിലൊക്കെ വളരെ ചെറിയ സംവിധാനങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ ഒരു 3 സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കുന്നു. അപ്പോൾ അവിടെ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്ലാന്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ ഉറവിട മാലിന്യ സംസ്കരണം മാത്രമാണോ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ശാശ്വത പരിഹാരം? എന്താണ് ഇതിന് അങ്ങനെ ഒരു പരിഹാര മാർഗത്തിലേക്ക് പോകാൻ കഴിയുക? ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ അതിപ്പോ യന്ത്രസാമഗ്രികളൊന്നും വേണ്ട ഒരു സംവിധാനമല്ല. വാസ്തവത്തിൽ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ചെറിയൊരു മോട്ടോർ ഉപയോഗിച്ച് ക്രഷ് ചെയ്താൽ, ഇപ്പൊ കോഴിയുടെ വേസ്റ്റ് എല്ലാം കൂടി അരച്ച് ഒരു ബക്കറ്റിനകത്ത്, ഒരു വീപ്പയ്ക്കകത്ത് ആക്കിയാൽ അതിൽ നിന്ന് തന്നെ ബയോഗ്യാസ് ആ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്. ബാക്കിയുള്ള സ്ലറി ആയിട്ട് വരുന്ന സാധനങ്ങളെ ജൈവവളമാക്കാം, വീട്ടിലെ പൂന്തോപ്പിനോ പച്ചക്കറിക്കോ ഒക്കെ അത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിരവധി മാർഗങ്ങളുണ്ട്. അത് ആ നിലയിൽ ചെയ്യാം. പക്ഷേ ഇതൊന്നും കൊണ്ടും കൊച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. കൊച്ചി വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് മനുഷ്യർ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. വർഷകാലത്തിൽ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുകയാണ്, വേനൽക്കാലത്ത് വലിയ പുകമഞ്ഞ് വരികയാണ്. ഈ വർഷകാലത്ത് ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് കൊച്ചിയിൽ കാണുന്നത്. ഈ ആയിരക്കണക്കിന് വ്യവസായശാലകളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന രാസവിഷ വ്യവസായ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നിട്ട് കടലിൽ നിന്ന് വരുന്ന കാർമേഘവും കൂടെ കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ പൊടുന്നനവെ കൊച്ചിയുടെ ഭൂമിയിലേക്ക് അത് പതിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോ കൊച്ചിയിലുള്ളത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ മഴയ്ക്ക് കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന, വെള്ളക്കെട്ടായി പോകുന്ന പ്രതിഭാസം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് കാരണമാകുന്ന വ്യവസായങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വേണ്ടി വന്നാൽ ആ വ്യവസായ സ്ഥാപനത്തെ അടച്ചുപൂട്ടുന്നതിനും, കാരണം ജനങ്ങളുടെ ജീവനാണ് വലുത്, ജനങ്ങളുടെ രക്ഷയാണ് വലുത്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും വ്യവസായികൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചിയിലെ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതില്ല, അവരെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണം. മറ്റൊന്ന്, ഈ ബ്രഹ്മപുരം പോലുള്ള പദ്ധതിയിൽ നിന്നും എല്ലാ വർഷവും ഇങ്ങനെ തീയുണ്ടായി കൊച്ചിയെ മഞ്ഞിൽ കുളിപ്പിക്കുകയും അങ്ങനെ പുകയ്ക്കകത്ത് മനുഷ്യൻ ജീവിച്ച് മരിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുകയാണ്. ഈ രണ്ട് പ്രശ്നവും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന IT പാർക്ക് ഒക്കെ ഉൾപ്പെടെയുള്ള, ഇൻഫോ പാർക്ക് ഒക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു വ്യാവസായിക നഗരം എന്ന നിലയിൽ ആധുനിക വ്യവസായം ഈ പുകക്കൊള്ളുകൾ ഇല്ലാത്ത വ്യവസായമായിരിക്കണം. മനുഷ്യന് ശുദ്ധമായ വായു കിട്ടുന്ന, ശുദ്ധമായ ജലം കിട്ടുന്ന, സൗഹാർദ്ദമായി ജീവിക്കാൻ കഴിയുന്ന, ശാന്തമായ കാലാവസ്ഥയുള്ള ഒരു ഭൂപ്രദേശമായി നമ്മുടെ പ്രദേശത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് പുതിയ നടപടിക്രമങ്ങൾ, പരിസ്ഥിതി പുനഃസ്ഥാപന നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ കൊച്ചിയിൽ നിന്ന് എത്രയും വേഗം ഇത് ജനവാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് എന്നുള്ള ഒറ്റ ഇമേജിൽ ജനങ്ങൾ മുഴുവൻ കൂട്ടത്തോടെ പലായനം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അല്പസമയം മുമ്പ് ഡോക്ടർ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മൾ പത്രവാർത്തകളിലൂടെയൊക്കെ വാർത്തകളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അറിയാറുണ്ട്. കാരണം കുറച്ച് നാളുകൾ അടച്ചിടുന്നു, അതിനുശേഷം ഈ പുകമഞ്ഞൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വീണ്ടും ജനജീവിതം സാധാരണ നിലയിലാകുന്നു. പൊല്യൂഷൻ ഭയങ്കര രൂക്ഷമായ രീതിയിൽ വായുവിൻ്റെ ഒരു ഗുണനിലവാരം താഴേക്ക് പോകുന്നു. അത്തരത്തിലുള്ള പഠനങ്ങൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ അല്പസമയം ഈ കുറച്ച് കാലത്തിന് മുമ്പ് വരെ നടന്നിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ശ്രീ റനീഷ്?